കുറച്ച് സൗഹൃദ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു സൗഹൃദ വലയങ്ങൾ ഉണ്ടാക്കിയ ഒരു ചെറിയ സിനിമയാണ്. ചെറിയ ബഡ്ജറ്റിൽ എടുത്ത സിനിമയാണ്. ഷോർട്ട് ഫിലിമിന്റെ പോലെ തീർത്ത സിനിമയാണ്. എല്ലാവരും കട്ടക്ക് നിന്നതിനെ കൊണ്ട് സിനിമ കുഴപ്പമില്ലാണ്ട് തീർന്നെന്ന് തോന്നുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളതായിട്ട് പറയാം. തിയേറ്റർ റിലീസ് ചെയ്യുന്നത് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് വലിയ സ്റ്റാർ കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് കുറെ ആൾക്കാരുടെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. OTT ആണെങ്കിലും എല്ലാവരും സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ചോദിക്കുന്നത്. ആരും ഇല്ലാതെ അഭിനയിച്ച് വലിയ ആൾക്കാരൊന്നും ഇല്ല. എൻ്റെ പേര് അഭിമന്യു ഗൈസ് എന്നാണ്. അജയ് എന്നുള്ള കഥാപാത്രം ചെയ്തത്. എൻ്റെ പേര് അജയ് എന്നാണ്. ഇതിൽ ഹരി എന്ന കഥാപാത്രം ചെയ്താണ്. കോഴിക്കോട് എന്ന സ്ഥലം. എൻ്റെ പേര് നിതീഷ് ഭാസ്കർ എന്നാണ്. ഇതിൽ സുമേഷ് എന്നുള്ള കഥാപാത്രം ചെയ്തത്. പടം കണ്ടപ്പോൾ എന്ത് തോന്നി എന്നൊരു ചോദ്യത്തിന് ഒറ്റേ ഉള്ളൂ. സന്തോഷം തോന്നി പറയാൻ. സിനിമ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ ഫിലിം ഇങ്ങനെ പ്രൊഡക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും റെഫറൻസസ് ഉണ്ടായിരുന്നോ? ഏതെങ്കിലും വേറെ മുമ്പ് ഡോക്യുമെന്ററി പോലെ അങ്ങനെ എന്തെങ്കിലും? ഞങ്ങള് ഈ മരണം വീട് ബേസ് ചെയ്ത സിനിമ തൊണ്ടവേന്റെ പരിയൊക്കെ ക്ഷീണിച്ചിട്ട് വന്ന് അപ്പൊ പറയുന്നത് മിസ്റ്റേക്കിന്റെ ക്ഷമിക്കണം. ഞങ്ങള് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് 1-2 സിനിമകളെ മലയാളത്തിൽ ഈ മരണവീട് ബേസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്കെന്താ ഫിനാൻഷ്യലി പൈസ കയ്യിൽ വരുന്നതിനനുസരിച്ച് ഞാൻ തന്നെയാണ് കുറച്ച് പേഴ്സണൽ ലോണും പിന്നെ അവരോടൊപ്പം ഫ്രണ്ട്സിന്റെ അടുത്തും ഫാമിലിന്റെ അടുത്തും റോൾ ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തത്. അപ്പോ ഞങ്ങള് തുടങ്ങുന്ന സമയത്ത് 1-2 സിനിമകളെ മലയാളത്തിൽ നമ്മളിങ്ങനെ മരണവീട് ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളൂ. ഇത് ഷൂട്ട് തീർത്തതിനു ശേഷം നേരെ കുറെ സിനിമകൾ വരാൻ തുടങ്ങി. അങ്ങനെ കാര്യമായിട്ട് ഇൻസ്പിറേഷൻ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ ഇതില് നമ്മൾ പുറമെ പറയുന്നില്ലെങ്കിലും കുറെ നമ്മൾ കണ്ട റിയൽ ലൈഫിൽ നടന്ന ഇൻസിഡന്റുകൾ തന്നെയാണ്. ഇൻസ്പയർ ആവുന്ന ട്രൂ ലൈഫ് സ്റ്റോറി ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ്. വീട്ടിലൊക്കെ പോയിട്ട് തല്ലിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കാൻ. ശരിക്കും അങ്ങനെ കുറെ നടന്ന ഇൻസിഡന്റുകൾ തന്നെയാണ് നമ്മളെ തൊട്ടടുത്തുള്ള നടന്ന വീടുകളിലൊക്കെ. ഓക്കെ കുറച്ച് ഇതിന്റെ ഈ പ്രൊഡക്ഷൻ